ഇന്നൊരു മഹേന്ദ്രയുടെ 7 സീറ്റ് വാഹനം സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അത് മഹേന്ദ്ര XV500 എന്ന വാഹനം 2015 മോഡൽ നിൽക്കുന്ന വാഹനം. 7 സീറ്റ് വാഹനങ്ങൾ നമ്മളെല്ലാവരും യൂസ് ചെയ്യാറെന്ന് വെച്ചാൽ നമുക്ക് 7 സീറ്റ്, അത് 7 സീറ്റ് നമ്മുടെ കുടുംബം ഒരു ഫാമിലി, വലിയ ഫാമിലി ആണെന്നുണ്ടെങ്കിൽ അതിലെല്ലാ മെമ്പേഴ്സിനും ഒരുമിച്ചൊരു യാത്ര ചെയ്യാന്നുള്ള പർപ്പസിനാണ് 7 സീറ്റ് വാഹനങ്ങൾ യൂസ് ചെയ്യാറ്. അപ്പോൾ ഒട്ടുമിക്ക ഫാമിലിയിൽ കൂടുതൽ മെമ്പേഴ്സ് കുട്ടികളായിരിക്കും, ചില ഫാമിലിയിൽ എല്ലാവരും മുതിർന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ ആർക്കൊക്കെ ഈ ഒരു ബാക്കിലെ അതായത് 7 സീറ്റ് വാഹനങ്ങളുടെ ഏറ്റവും വലിയ പോരായ്മ എന്ന് വെച്ചാൽ ഏറ്റവും ബാക്കിലെ റോഡ് ലെഗ് സ്പേസ് ആണ്. അപ്പോൾ XV500 എത്രത്തോളം ബാക്കിൽ ലെഗ് സ്പേസ് ഉണ്ട് എന്നുള്ള ഫസ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എന്നെപ്പോലത്തെ ഒരാളാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ബാക്ക് സ്പേസിൽ ആ ബാക്ക് റോയിൽ ഇരിക്കാൻ പറ്റില്ല, എൻ്റെ ലെഗ് അതിനകത്ത് തൊട്ടില്ല എന്നാൽ ഫസ്റ്റ് ഈ ഒരു XV500 വീഡിയോയിൽ ഫസ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതിന് ശേഷമാണ് വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് പറഞ്ഞാൽ പോകുന്നത്. അപ്പോൾ നേരെ നമുക്ക് അകത്ത് കയറണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സെക്കൻഡ് റോയിൽ സീറ്റ് ഫോൾഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് ഒറ്റ ക്ലിക്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിങ്ങനെ ഫോൾഡ് ചെയ്യാൻ പറ്റും. മുകളിൽ ഒറ്റ ഒരു ക്ലിപ്പ് മാത്രമുള്ളത്. ഇനി അതിനകത്തേക്ക് കയറാൻ പോവാണ്. അകത്ത് കയറി കഴിഞ്ഞതിന് ശേഷം സീറ്റ് നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് തന്നെ അൺഫോൾഡ് ചെയ്തു. അപ്പോൾ എന്നെപ്പോലത്തെ ഒരാൾക്ക് ഇതിനകത്ത് അത്ര ഒരു സാറ്റിസ്ഫൈഡ് അല്ല. കാരണം വെച്ചാൽ എൻ്റെ കാല് അത്രയും ആ ഒരു ലെഗ് അതിനകത്ത് തട്ടി എനിക്കൊരു കംഫർട്ട് ഫീലിൽ ഇരിക്കാൻ പറ്റില്ല. നേരെ മറിച്ച് ഞാൻ ഒറ്റക്കാണ് ഇതിനകത്ത് ഇരിക്കുന്നതെന്ന് വെച്ചാൽ ബാക്ക് റോയിൽ ഞാൻ ഒറ്റക്കുള്ളൂന്നുണ്ടെങ്കിൽ ഓക്കെ, എനിക്കങ്ങനെ ചെരിഞ്ഞിരുന്നിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ഒരിക്കലും ഡയറക്റ്റ്ലി എന്നെപ്പോലത്തെ ഒരു ഹൈറ്റുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഞാൻ ബാക്ക് റോ XVക്ക് സജസ്റ്റ് ചെയ്യുന്നില്ല. മാക്സിമം 2 പേർക്കാണ് നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുന്നത്. കുട്ടികളാണെങ്കിൽ ഓക്കെ, 2-3 കുട്ടികൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റും. മുതിർന്നവർക്ക് XV500 ബാക്ക് റോ അത്ര ഒരു സുഖം പോരാ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എനിക്കത്ര കംഫർട്ട് കിട്ടുന്നില്ല. അപ്പോൾ 2015 മോഡൽ നിൽക്കുന്ന ഒരു വാഹനമാണ്. അപ്പോൾ ഫാമിലിയിൽ കുട്ടികൾ കൂടുതൽ മെമ്പേഴ്സ് ഉള്ളവർക്കാണ് ഞാൻ ഈ ഒരു 7 സീറ്റ് വാഹനം സജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഒരു XV500 അത്യാവശ്യം ഒരു ഹെവി വാഹനമാണ്. W6 എന്ന പേരിൽ നിൽക്കുന്ന വാഹനം 2015 ഒറിജിനൽ കേരള നിൽക്കുന്ന ഒറിജിനൽ കേരള വാഹനം കൂടിയാണ്. 4 പുത്തൻ ടയേഴ്സൊക്കെ ഇതിനകത്ത് കിടക്കുന്നുണ്ട്. W6 എന്ന പേരിൻ്റെ അതിന് അത്യാവശ്യം ബേസിക്കലി വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിൽക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് നോക്കി കഴിഞ്ഞാൽ ഫോർ ഡോർ പവറിൻ്റെ AC പവർ സ്റ്റാരിങ്, ഓട്ടോ ക്ലൈമറ്റ് AC, കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം, അത് ചേഞ്ച് ചെയ്തതിനു ശേഷം ഒരു ആൻഡ്രോയിഡ് ഡിസ്പ്ലേ അതിനകത്ത് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾ ഇരുന്നു, ക്രൂസ് കൺട്രോൾ ഇരുന്നു. പിന്നെ അതേപോലെ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നു. നല്ല അടിപൊളി സീറ്റ് കവറൊക്കെ അതിനകത്ത് അഡീഷണലി ചെയ്തിട്ടുണ്ട്. ഹാൻഡ് റെസ്റ്റ് അതിനകത്ത് വന്നിട്ടുണ്ട്. അതേപോലെ ഡുവൽ എയർ ബാഗ് വരുന്നു, ABS വരുന്നു. അങ്ങനെ എല്ലാ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിൽക്കുന്ന വേരിയൻ്റ് തന്നെയാണ് W6 എന്ന വേരിയൻ്റ്. ബേസിക്കലി വേണ്ട എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് വന്നിട്ടുണ്ട്. 1,29,000 വാഹനം ഇതിൽ നിലവിൽ റൺ ചെയ്തിട്ടുള്ളത്. ഡാഷ്ബോർഡ് കാര്യങ്ങളിൽ അത്യാവശ്യം നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കാര്യപ്പെട്ട നെഗറ്റീവ്സോ പരിക്കോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത ഒരു 7 സീറ്റ് പർപ്പസിൽ അത്യാവശ്യം നല്ല യാത്രാ കംഫർട്ടും കാര്യങ്ങളും എല്ലാം ഉള്ളൊരു വാഹനം. 65 മലപ്പുറം തിരൂരങ്ങാടി രജിസ്ട്രേഷനിൽ നിന്ന് ഈ ഒരു വാഹനം സ്വന്തമാക്കാം ഒരു ഡിസ്കൗണ്ടഡ് പ്രൈസിൽ 5,65,000 രൂപയ്ക്ക്. 5,65 സീറോ ഡൗൺ പേയ്മെൻറ്റ് ലോൺ സൗകര്യത്തോടു കൂടി സ്വന്തമാക്കാൻ പറ്റിയ ഒരു 2015 മോഡലിൽ നിൽക്കുന്ന XV500 എന്ന വാഹനം സ്വന്തമാക്കാൻ നിങ്ങൾക്ക് കൂടുതൽ വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതുപോലത്തെ ഒരുപാട് 7 സീറ്റ് വാഹനങ്ങളുടെ സ്റ്റോക്ക് ഞങ്ങൾ വെക്കലുണ്ട്. അത് നിങ്ങൾക്ക് റെഗുലറായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യുക.